മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ നമുക്കറിയാം ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള പീസ് റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടി വർക്കേഴ്സിനെ എഫിഷ്യൻസി കൂട്ടാൻ പുഷ് ചെയ്യിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പീസ് റേറ്റാണ് ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഒരു വർക്കർ സ്റ്റാൻഡേർഡിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ വർക്ക് സ്റ്റാൻഡേർഡിന് താഴെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് പീസ് റേറ്റിൻ്റെ 80%, അതായത് 100 യൂണിറ്റാണ് സ്റ്റാൻഡേർഡ് എന്ന് വിചാരിക്കുക. 100 യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത എല്ലാവർക്കും തന്നെ 1 രൂപയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ 1 രൂപയുടെ 80% 80 പൈസ വെച്ചിട്ടേ കിട്ടുള്ളൂ. ഒരാൾ 99 യൂണിറ്റ് ഉണ്ടാക്കിയാലും അയാൾക്ക് കിട്ടുന്നത് എത്രയാണ്? 99 യൂണിറ്റ് ഇൻറ്റു 80 പൈസയാണ്. അതേസമയം 100 എത്തിച്ചാൽ, 100 സ്റ്റാൻഡേർഡ് മുട്ടിയാൽ, സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്താൽ അവർക്ക് എന്താണ്? സ്റ്റാൻഡേർഡ് റേറ്റിൻ്റെ 120% കിട്ടുന്നു. 1 യൂണിറ്റിന് 1 രൂപ 20 പൈസ വെച്ച് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എല്ലാ വർക്കേഴ്സിനും തന്നെ പുഷ് ചെയ്യാണ് സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ വേണ്ടി. എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സും ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ളവരും തമ്മിൽ എന്താണ്? ഒരു 40% വ്യത്യാസമാണ് വരുന്നത്. 40% എന്ന് ഞാൻ പറഞ്ഞത് ബിലോ സ്റ്റാൻഡേർഡുള്ളവർക്ക് 80%, എബോവ് സ്റ്റാൻഡേർഡുള്ളവർക്ക് 120%. അപ്പോൾ എന്താണ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്നും അതിന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ബി പോയിൻ്റ് ആണ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇതിന് പറയുന്ന മറ്റൊരു പേര് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. ഞാൻ ഒന്നുകൂടി പറയുന്നു, മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. ദിസ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ദ ടൈലേഴ്സ് സിസ്റ്റം. Under this system, the lower piece rate is not used for performance below standard. There are 3 piece rates instead of 2 as in Taylor's system. ഇവിടെ ടൈലർ സിസ്റ്റത്തിലെ 2 എണ്ണാണെങ്കിൽ ഇവിടെ 3 പീസ് റേറ്റ് ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. പീസ് റേറ്റ് പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി പീസ് റേറ്റും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ് ടു 83% നോർമൽ പീസ് റേറ്റ്, അതായത് സ്റ്റാൻഡേർഡിൻ്റെ 83% വരെ വർക്ക് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് പീസ് റേറ്റ്, അല്ലെങ്കിൽ പീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ 83% വരെ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നോർമൽ പീസ് റേറ്റ്. എബവ് 83% ബട്ട് അപ് ടു 100%, 83% മുതൽ 100% വരെയാണെങ്കിൽ 110% ഓഫ് നോർമൽ പീസ് റേറ്റ്. പീസ് റേറ്റിൻ്റെ 110%. ഇപ്പം 83/100 സ്റ്റാൻഡേർഡിൻ്റെ, 83 മുതൽ 100 ആണെങ്കിൽ 110%. എബവ് 100% ആണെങ്കിൽ 120% ഓഫ് പീസ് റേറ്റ്. പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ് ഈസ് കാൽക്കുലേറ്റഡ്. പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻറ്റു 100, ഓർ ആക്ച്വൽ സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡ് ബൈ ആക്ച്വൽ ടൈം ഇൻറ്റു 100. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇറ്റ് ഡസ് നോട്ട് പെനലൈസ് ദ ലെസ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. നേരത്തെ അത്രയ്ക്കും എന്ത് ചെയ്യില്ല? പെനലൈസ് ചെയ്യുന്നില്ല, അത്രയ്ക്കും ശിക്ഷിക്കുന്നില്ല. ഇറ്റ് അട്രാക്ട്സ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ബൈ റിവാർഡിങ് ദം വെൽ. വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുതിയ നല്ല വർക്കേഴ്സിനെ കിട്ടും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിഗിനേഴ്സ്. ബിഗിനേഴ്സിനും പറ്റുന്നൊരു മോഡലാണിത്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി മിനിമം വേജസ്. ഇവിടെയും മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഇറ്റ് ഡിസ്ക്രിമിനേറ്റ്സ് ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ്. ഇവിടെയും ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. ലേബർ കോസ്റ്റ് ഓഫ് ജോബ്സ് ഡൺ ബൈ ഡിഫറെൻറ്റ് വർക്കേഴ്സ് മേ ഡിഫർ. ലേബർ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡിഫറെൻ്റ് ആളുകൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നു, വ്യത്യാസം വരുന്നു, ലേബർ കോസ്റ്റ് വ്യത്യാസം വരുന്നു. ഇനി മെറിക്സിൻ്റെ ഒരു പ്ലാനാണുള്ളത്. മെറിക്സിൻ്റെ പ്ലാൻ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്.
ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇല്ലസ്ട്രേഷൻ 7 ആണ്, പേജ് 96 ഇല്ലസ്ട്രേഷൻ 7 ആണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 10 യൂണിറ്റ്സ് പെർ അവർ. ടൈം റേറ്റ് ₹15 per hour. Output in a day of 8 hours. Worker A 40 units, worker B 75 units, worker C 88 units. Calculate the wages of A, B and C under Merrick's differential piece rate system. എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? മെറിക്സിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം അനുസരിച്ച് വേജസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കത് ബോർഡിൽ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് മെറിക്സിൻ്റെ ആണ്. നമുക്കറിയാം മെറിക്സിൻ്റെ എപ്പോഴും എഫിഷ്യൻസി പെർസെൻറ്റേജിലാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഈ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് തന്നിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 10 യൂണിറ്റ്സ് പെർ ഹവർ. ടൈം റേറ്റ് 15 രൂപ. ഔട്ട്പുട്ടിൽ 8 മണിക്കൂറുള്ള ഡേ ആണ് കേട്ടോ. ഔട്ട്പുട്ട് എ 8 hour ഡേ. വർക്കർ എ 40, ബി 75 ആൻഡ് സി 88. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പെർസെൻറ്റേജ് കാണണം. അപ്പോൾ അതിനെ കാണാനുള്ള ഇക്വേഷനാണെന്ത്? percentage of efficiency. Percentage of efficiency is equal to actual output divided by standard output whole into 100. അങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് കാണാം അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യത്തെ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. എയുടെ 40 യൂണിറ്റാണ് ഡിവൈഡ് ബൈ 10 യൂണിറ്റ് പെർ അവറാ. 8 മണിക്കൂറാണുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എത്രയായിരിക്കും? 40/80 ഇൻറ്റു 100. അവിടെ നിൽക്കട്ടെ. ദെൻ ബിക്ക് 75 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100. ഇതിൽ മാറ്റം വരില്ല, സെയിം ആണല്ലോ. സി 88 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100. അപ്പം ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം സി എബോവ് സ്റ്റാൻഡേർഡ് ആണ്. ബി എന്താണ്? നിയർ ടു സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് എ എന്താണ്? ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം, കാൽക്കുലേഷനൊന്നും വേണ്ട. 50%. ഇവിടെ 93.75%. ഇവിടെ 110%. അപ്പോൾ കുട്ടികൾ മെറിക്സിൻ്റെ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. മെറിക്സിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് ഇതാണ്. നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്? അപ് ടു 83%. ഞാനത് ഇവിടെ നിന്ന് എഴുതാം മെറിക്സിൽ അല്ലേ? അപ് ടു 83% എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പീസ് റേറ്റ് അല്ലെങ്കിൽ നോർമൽ പീസ് റേറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. പീസ് റേറ്റ്, നോർമൽ പീസ് റേറ്റ്. അപ്പോൾ ഞാനിവിടെ എൻ പീസ് റേറ്റ് എന്ന് എഴുതുന്നുണ്ട്. ഇനി 83 to 100 എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 110% ഓഫ് നോർമൽ പീസ് റേറ്റ്, NPR. ദെൻ above 100 120 of NPR. 120 of NPR ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയോ, ഇയാളെന്താണ്? ബിലോ 83% ആണ്. ഇയാളെന്താണ്? രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടാണ്. ഇദ്ദേഹം എന്താണ്? മൂന്നാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ്. ഇനി നമുക്ക് പീസ് റേറ്റ് അറിയണം അല്ലേ? ഇവിടെ പീസ് റേറ്റ് തന്നിട്ടില്ല നമുക്ക് അല്ലേ? പീസ് റേറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പീസ് റേറ്റ് കൂടി നമുക്ക് അറിഞ്ഞാലേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പീസ് റേറ്റ് കാണുക? നോർമൽ പീസ് റേറ്റ് ഓർ NPR ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കാണുക?
ഹവർലി റേറ്റ് ഡിവൈഡ് ബൈ ഹവർലി ഔട്ട്പുട്ട്. ഹവർലി റേറ്റ് എത്രയാ? ഒരു മണിക്കൂറിന് എത്രയാണ്? 15 രൂപ. 15/10 ഈസിക്കൽ ടു 1 രൂപ ഈസിക്കൽ ടു 1 രൂപ 50 പൈസ. ഇതാണ് NPR അല്ലേ? NPR കാണാൻ എന്താണ് ഇക്വേഷൻ? ഹവർലി റേറ്റ് ഡിവൈഡ് ബൈ ഹവർലി ഔട്ട്പുട്ട്. അതായത് ഒരു മണിക്കൂറിന് 10 രൂപ. ഹവർലി റേറ്റ് എന്ന് പറയുന്നത് 15 രൂപ. മണിക്കൂർ എത്രയാണ്? ഹവർലി ഔട്ട്പുട്ട് എത്രയാണ്? 10 രൂപയാണ്. അപ്പോൾ ഇത് എങ്ങനെ കാണും? ഇത് 83% ബിലോ 83% വരെയാണ്. അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് എങ്ങനെയാണ് നമ്മൾ കാണുക? 83% വരുന്നത് 40 പീസാണ് ഇൻറ്റു നോർമൽ പീസ് റേറ്റ് 1 രൂപ 50 പൈസ. രണ്ടാമത്തെ കേസ് ഈ കാറ്റഗറി, ഇത് ഇയാളുടെ എത്രയാണ്? 75 യൂണിറ്റാണ്. 75 ഇൻറ്റു ഒരു ചെറിയ ബ്രാക്കറ്റ്. എന്താ കാരണം? 110% ആണ്. 1 രൂപ 50 പൈസ ഇൻറ്റു 110/100. 110/100 അതായത് നോർമൽ പീസ് റേറ്റിൻ്റെ 110%. അടുത്തത് 100-നും 110%-നും അല്ലെങ്കിൽ എന്താണ് 100-നും 120%-നും ഇടയ്ക്കാണെങ്കിൽ ഇയാളുടെ ഇതെത്രയാണ്? 88 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 1.50 ഇൻറ്റു 120%. 120/100. അപ്പോൾ ആദ്യത്തെ ആൾക്ക് വെറും 60 രൂപ. രണ്ടാമത്തെ ആൾക്ക് എത്രയാണ്? 123 രൂപ 75 പൈസ. ഞാൻ അതിൻ്റെ മറ്റ് കാൽക്കുലേഷനിലേക്ക് കൂടി പോകാൻ വേണമെങ്കിൽ അതാണ് നല്ലത്. 60 രൂപ ഡബിൾ ലൈൻ ചെയ്തു. ഇവിടെ 1 രൂപയുടെ 1.5 രൂപയുടെ 110% എന്ന് പറയുമ്പോൾ 1.65. 75 ഇൻറ്റു 1 രൂപ 65 പൈസ. ഓരോ യൂണിറ്റിനും കൂടുകയാണ്. അപ്പോൾ 123.75. 123 രൂപ 75 പൈസ. ആ വ്യത്യാസം കണ്ടു? 75 യൂണിറ്റിനും 15 പൈസ കൂടുതൽ കിട്ടി. കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സും കൂടുതലാണ്, അതേസമയം പെർ യൂണിറ്റ് എമൗണ്ടും കൂടുതലാണ്. അടുത്ത ആൾക്ക് എത്രയാണ്? 88 ഇൻറ്റു 1.8. 1.8 എന്ന് പറഞ്ഞാൽ 30 പൈസ കൂടി. അദ്ദേഹത്തിന് കിട്ടുന്നത് 158. 158.40. 158.40. അപ്പോൾ 60, 123.75, 158.40. അപ്പോൾ ഇത് മെറിക്സിൻ്റെ ആദ്യം ഈ ഡിവിഷൻ പഠിക്കണം. മെറിക്സിന് പറഞ്ഞിട്ടുള്ള എന്താണ്? മെറിക്സ് 3 സ്കെയിലാണ് പറഞ്ഞിട്ടുള്ളത്. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റിലെ 2 സ്കെയിലാണ്. ഇവിടെ 3 സ്റ്റേജസ് ആണ്. അപ് ടു 83% അവർക്ക് നോർമൽ പീസ് റേറ്റ്. ദെൻ 83 to 100% ഓഫ് എഫിഷ്യൻസിക്ക് 110% ഓഫ് എന്താണ്? നോർമൽ പീസ് റേറ്റ്. എബോവ് 100% ഓഫ് എഫിഷ്യൻസിക്ക് 120% ഓഫ് നോർമൽ പീസ് റേറ്റ്. അതാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. 110% ഓഫ് 1.50, 120% ഓഫ് 1.50 കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടൈലറുടെ സിസ്റ്റത്തിലെ എന്താണ്? ബിലോ 100% അല്ലെങ്കിൽ ബിലോ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നോർമൽ പീസ് റേറ്റിനേക്കാളും കുറവേ കിട്ടുള്ളൂ. ഇവിടെ അതില്ല. ഇവിടെ എന്താണ്? 83% വരെയുള്ള എല്ലാവർക്കും തന്നെ നോർമൽ പീസ് റേറ്റ് ഉറപ്പാണ്. മനസ്സിലായാലും ആ ഒരു വ്യത്യാസമാണ് അവിടെ കൂടുതലായിട്ട് എടുത്തു കാണിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻസെൻറ്റീവ് സ്കീംസ് ഓർ പ്രീമിയം ബോണസ് സ്കീംസ്. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിനെ കൂലി കൂടാതെ, പേയ്മെൻറ്റ് കൂടാതെ ഇൻസെൻറ്റീവ് കൂടി തരുന്ന സ്കീമിനെയാണ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല എങ്കിലും ഞാനൊന്ന് വായിച്ചു പോവാം. ഹാൽസി പ്ലാൻ, ഹാൽസി വെയർ സ്കീം, റോവൻ സ്കീം, എമേഴ്സൺ സഫിഷ്യൻസി സ്കീം, ഗാണ്ടാസ്ക് ആൻഡ് ബോണസ് സ്കീം, ബിഡോക്സ് പോയിൻ്റ് സ്കീം, ഹെയ്ൻസ് സ്കീം, ബാർത്ത് വേരിയബിൾ ഷെയറിംഗ് സ്കീം ആൻഡ് ആക്സലറേറ്റിംഗ് പ്രീമിയം സ്കീം. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളൂ.
അപ്പോൾ കുട്ടികൾ ഇത്രമാത്രം മനസ്സിലാക്കുക. പ്രീമിയം ബോണസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേജിൻ്റെ കൂടെ ഒരു ഇൻസെൻറ്റീവ് കൂടി ബോണസ് കൂടി തരുന്ന പ്ലാനിനെയാണ് ഇൻസെൻറ്റീവ് സ്കീംസ് എന്ന് പറഞ്ഞറിയപ്പെടുന്നത്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേമുകളാണ്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ആ 2 ടേമുകൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് ഫ്രോഡ്സ് ഇൻ വേജ് പേയ്മെൻറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ സ്റ്റെപ്സാണ് വേജ് പേയ്മെൻറ്റിലെ ഫ്രോഡ്സ് തടയുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക? ഒന്ന്, വേജസ് ടു ദ വർക്കേഴ്സ് ഷുഡ് ബി പെയ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ റെസ്പോൺസിബിൾ ഓഫീസർ ഹൂ ക്യാൻ ഐഡൻറ്റിഫൈ ദം. അതായത് വർക്കേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളുടെ, ഒരു ഓഫീസറുടെ മുമ്പിൽ വെച്ച് മാത്രം അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. എവരി വർക്കർ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ആൻ ഐഡൻറ്റിറ്റി കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്. ഓരോ വർക്കർക്കും ഒരു ഐഡൻറ്റിറ്റി കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. വർക്കേഴ്സ് ഷുഡ് പ്രൊഡ്യൂസ് ദ ഐഡൻറ്റിറ്റി കാർഡ് അറ്റ് ദ ടൈം ഓഫ് വേജ് പേയ്മെൻറ്റ്. വേജ് പേയ്മെൻറ്റ് സമയത്ത് വർക്കേഴ്സിന് ഐഡൻറ്റിറ്റി കാർഡ് അവർ പ്രൊഡ്യൂസ് ചെയ്യണം. അറ്റൻഡൻസ് ഷുഡ് ബി റെക്കോർഡഡ് ബൈ ടൈം റെക്കോർഡിംഗ് ക്ലോക്സ് ഓർ അതർ സ്യൂട്ടബിൾ ഡിവൈസസ്. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് വെച്ച് മറ്റ് സ്യൂട്ടബിൾ ഡിവൈസസ് വെച്ച് എന്ത് ചെയ്യണം? അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യണം. അറ്റൻഡൻസ് ടൈം ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ ടൈം ബുക്ക്ഡ് ടു വേരിയസ് ജോബ്സ്. അറ്റൻഡൻസ് ടൈമും ടൈം ബുക്കിങ്ങുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ദർ ഷുഡ് ബി പ്രോപ്പർ ഇൻറ്റേർണൽ ചെക്ക് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പേറോൾ. പേറോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇൻറ്റേർണൽ ചെക്ക് നടത്തണം. ദ കാഷ്യർ ഷുഡ് നോട്ട് ബി അസോസിയേറ്റഡ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് പേറോൾ. കാഷ്യർ പേറോൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ കാഷ്യറെ ഉൾപ്പെടുത്തരുത്, അവരെ മാറ്റി നിർത്തണം. വെൻ വേജസ് ആർ പെയ്ഡ് ഓൺ പീസ് റേറ്റ് സിസ്റ്റം ദ ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ്ഡ് ഷുഡ് ബി സർട്ടിഫൈഡ് ബൈ ആൻ ഇൻസ്പെക്ടർ. അത് പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ അയാൾ വർക്ക് ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള പീസ് റേറ്റ് ഒരു ഇൻസ്പെക്ടർ സർട്ടിഫൈ ചെയ്യണം. ഓവർ ടൈം ഷുഡ് ബി ഓതറൈസ്ഡ് ഇൻ അഡ്വാൻസ് ബൈ ദ കോമ്പിറ്റൻ്റ് അതോറിറ്റി. ഓവർ ടൈം എപ്പോഴും കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്ത് ചെയ്യണം? അത് ഓതറൈസ് ചെയ്യണം. ഷെഡ്യൂൾസ് ഓഫ് ടൈം റേറ്റ്സ് ആൻഡ് പീസ് റേറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. ടൈം റേറ്റിൻ്റെയും പീസ് റേറ്റിൻ്റെയും ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യണം. ദ എക്സാക്ട് എമൗണ്ട് ഓഫ് ക്യാഷ് പേയബിൾ ടു ഈച്ച് വർക്കർ ഷുഡ് ബി പുട്ട് ഇൻ ടു പേ എൻവലപ്സ്. അതായത് ഓരോ വർക്കറിനും കൊടുക്കാനുള്ള പൈസ ഒരു കവറിലിട്ട് പേ ചെയ്യാം. ഒരു കവറിലിട്ട് അവരുടെ പേര് എഴുതി വെച്ച് കൊടുക്കുക. ഓൾ വർക്കേഴ്സ് റിസീവിങ് വേജസ് ഷുഡ് സൈൻ എ റെസീപ്റ്റ്. എല്ലാവരെ കൊണ്ടും സൈൻ ചെയ്യിപ്പിക്കുക, റെസീറ്റ് സൈൻ ചെയ്യിപ്പിക്കുക. ലാസ്റ്റ് പോയിന്റ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് വേജ് എൻവലപ്സ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി ആൻഡ് എൻറ്റേർഡ് ഇൻ ദ അൺഡിസ്ബേഴ്സ്ഡ് വേജ് ബുക്ക്. അൺഡിസ്ട്രിബ്യൂട്ടഡ് വേജ് എൻവലപ്സ്, അതായത് കവറിലിട്ട് വെച്ച് അത് വാങ്ങാത്ത ആളുകളുടെ കവറുകൾ എന്ത് ചെയ്യണം? ഒരു ബോക്സിലിട്ട് വയ്ക്കുകയും അതുമാത്രമല്ല അൺഡിസ്ബേഴ്സ്ഡ് വേജ് ബുക്കിൽ എൻ്റർ ചെയ്യുകയും വേണം. ABCDയിലെ D വന്നില്ല, അപ്പോൾ ഡിയുടെ എമൗണ്ട് എന്ത് ചെയ്യണം? കവറ് ഒരു സെപ്പറേറ്റ് ബോക്സിലിട്ട് വയ്ക്കണം. അത് ഏത് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണം? അൺഡിസ്ബേഴ്സ്ഡ് വേജ് ബുക്കിൽ നമ്മൾ നോട്ട് ചെയ്യണം. ഇന്ന ആൾക്ക് D വന്നിട്ടില്ല, ആൾക്ക് കൊടുത്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് എഴുതി വയ്ക്കണം. ബോക്സിലിട്ട് വയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാണ്, അത് ടെക്സ്റ്റിലില്ലാത്ത പോയിൻ്റാണ്. അപ്പോൾ ഇത്രയും 13 പോയിൻ്റ് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് ഫ്രോഡ്സ് ഇൻ വേജ് പേയ്മെൻറ്റ് എന്നുള്ളത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ കുട്ടികൾ എന്ത് ചെയ്യുക? എക്സാമിനേഷന് പോവുക. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് വേജ് അബ്സ്ട്രാക്റ്റ് ആണ്. വേജ് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വേജസ് അനാലിസിസ് ഷീറ്റാണ്. അതായത് ഒരാൾക്ക് കൊടുത്ത ടോട്ടൽ വേജസ് അറിയാൻ എങ്ങനെ സാധിക്കും, അതിനാണ് വേജ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു അനലൈസ് ദ വേജസ് പെയ്ഡ് ഡ്യൂറിങ് എ പീരീഡ് ഫോർ ഡിഫറെൻറ്റ് ജോബ്സ്. അവിടെ ഒരാൾക്കെന്നല്ല, ഒരു ജോബിന് ഒരു പീരീഡിൽ കൊടുത്ത വേജസ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയുള്ള ഒരു ഷീറ്റിനെയാണ്, വേജ് അനാലിസിസ് ഷീറ്റിനെയാണ് വേജ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ വേജസ് പെയ്ഡ് ടു എ വർക്കർ ഡ്യൂറിങ് എ പീരീഡ് ഈസ് അനലൈസ്ഡ് ആൻഡ് ചാർജ്ഡ് ടു വേരിയസ് ജോബ്സ് ഓൺ വിച്ച് ഹി ഹാസ് വർക്ക്ഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഒരാൾക്ക് കൊടുത്ത ഒരു സമയത്ത് ഒരു ജോബിൽ എൻ്റർ ചെയ്തതിന് കൊടുത്ത മൊത്തം പേയ്മെൻറ്റ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ വേജസ് അനാലിസിസ് ഷീറ്റ് ഉപയോഗിക്കാം. ഇവിടെ 97th പേജിൽ വേജസ് അബ്സ്ട്രാക്റ്റിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ട്, ഒരു സ്പെസിമെൻ കൊടുത്തിട്ടുണ്ട്. കുട്ടികളത് വായിച്ച് നോക്കുക കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1-2 ക്വസ്റ്റ്യൻസ് കൂടി വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അതുകൂടി വർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കാം. ഞാൻ 8ാമത്തെ ഇല്ലസ്ട്രേഷൻ, പേജ് നമ്പർ 98-ലെ 8ാമത്തെ ഇല്ലസ്ട്രേഷൻ വായിക്കാൻ പോവുകയാണ്. കുട്ടികളെ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ട് വേജ് പെർ അവർ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓഫ് വർക്കർ എക്സ്. വേജ് പെർ ആനം 24,000.
Annual bonus 25% of wages. Contribution to PF 10% on wages. ESI contribution 3% on wages. Total leave permitted during the year 60 days. Cost of labor welfare activities per annum 72,000. Number of workers 100. Normal idle time 80 hours. Working days per annum 320 days of 8 hours. Worker X has lost 60 hours on some days on account of failure of power supply. നമുക്കത് ബോർഡിൽ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു വേജ് ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. എക്സിൻ്റെ വേജസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എക്സിനെ അല്ലെങ്കിൽ എന്താണ് എക്സിൻ്റെ അബ്നോർമൽ ഐഡിൽ ടൈം അല്ലെങ്കിൽ വേജസ് പെർ അവർ കാണുക എന്നുള്ളതാണ്. ഒരു മണിക്കൂറിൽ കിട്ടുന്ന കൂലി കണ്ടുപിടിക്കുക. അതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതാ കമ്പ്യൂട്ട് വേജ് പെർ അവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് പെർ ആൻ ആയതുകൊണ്ട് ഇവിടെ പെർ ആൻ എന്ന് എഴുതാം. പെർ ആനം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ഞാൻ എഴുതാൻ പോവാണ്. വേജസ് വേജസ് 24,000 ആണ് ഒരു വർഷത്തേക്ക്. രൂപ. ആക്ച്വൽ ബോണസ് 25% ഓഫ് വേജസ്. ബോണസ് 24,000ൻ്റെ 25%. അപ്പോൾ 6,000. കാൽ ഭാഗം. അടുത്ത കോൺട്രിബ്യൂഷൻ ടു പി എഫ്. കോൺട്രിബ്യൂഷൻ ടു പി എഫ് എന്ന് പറയുന്നത് 10% വേജസിൻ്റെ 10/100 2400. അടുത്തത് ESI കോൺട്രിബ്യൂഷൻ. ESI വേജസിൻ്റെ തന്നെ എത്ര ശതമാനമാണ്? 3%. 720. 720. അടുത്തത് ടോട്ടൽ ലീവ് പെർമിറ്റഡ് ഡ്യൂറിങ് ദി ഇയർ. അത് 60 ദിവസമാണ് പെർമിറ്റ് ചെയ്തിട്ട്. കോസ്റ്റ് ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് പെർ ആനം ആണ്. നമ്പർ ഓഫ് വർക്കേഴ്സ് 100 പേരുണ്ട്. അപ്പോൾ അതിലൊരാളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലേബർ വെൽഫെയർ, അത് കുട്ടികൾക്ക് മനസ്സിലായോ? ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടി ഒരു വർഷത്തിൽ 72,000 രൂപ അവർ ചിലവാക്കുന്നുണ്ട്. അത് 100 എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ്. അതിലൊരു എംപ്ലോയിയാണ് നമ്മുടെ വർക്കർ എക്സ്. അപ്പോൾ 720. അത് 720 തന്നെ. ഇതാണ് അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ വേജസ്. ഇനി ലീവ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 33,840. 33,840. ഇവിടെ ടോട്ടൽ വേജസ്. അദ്ദേഹത്തിന് കിട്ടിയ ടോട്ടൽ വേജസ് എന്ന് പറയുന്നത് 33,840 അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ വർക്കിംഗ് അവേഴ്സിൽ നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ ലീവ് പെർമിറ്റഡ് ഡ്യൂറിങ് ദി ഇയർ 60 days ആണ്. നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത് 80 hours ആണ്. വർക്കിംഗ് ഡേയ്സ് പെർ ആനം എന്ന് പറയുന്നത് 320 days ഓഫ് 8 hours ആണ്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് അവേഴ്സ്
ഞാനിവിടെ എഴുതുന്നുണ്ട്, കുട്ടികൾ ഇവിടെ എഴുതരുത്, താഴെ എഴുതണം. എഫക്റ്റീവ് അവേഴ്സ്. എഫക്റ്റീവ് അവേഴ്സ് എന്ന് പറയുന്നത് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു അതുകൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യണ്ടോ, നല്ല നെറ്റ് കിട്ടുക. അപ്പോൾ ടോട്ടൽ അവേഴ്സ്. ടോട്ടൽ അവേഴ്സ് എങ്ങനെ കാണുക? പറയാനം എന്ന് പറയുന്നത് 320 ദിവസമാണ് ഇൻറ്റു 8. ഒരു ദിവസം 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 320 ഇൻറ്റു 8, അപ്പോൾ 2560. കാരണം ഒരു 320 ദിവസമാണ് ഒരു വർഷത്തിൽ വർക്ക് ചെയ്യുന്നത്. ദെൻ 8 മണിക്കൂറാണ് ഒരു ദിവസം. അപ്പോൾ ടോട്ടൽ അത്. ഇനി ലീവ് ലെസ് ലീവ് എങ്ങനെയാണ്? 60 ദിവസം ഇൻറ്റു 8. അപ്പോൾ അവിടെ 480 മണിക്കൂർ ലെസ് ചെയ്തു, ലീവ് അലോ ചെയ്തിട്ടുള്ള ലീവ്. അപ്പോൾ 2080. ഇനി ലെസ് നോർമൽ ഐഡിൽ ടൈം. നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് വെറുതെ ഇരിക്കേണ്ട സമയം അല്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കേണ്ടുന്ന സമയം. അതുകൂടി കുറച്ചാലാണ് എഫക്റ്റീവ് വർക്കിംഗ് ഡേയ്സ് ആവുള്ളൂ. അത് 80 മണിക്കൂറാണ്. അപ്പോൾ 2000. ഈ 2000 ആണ് എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ്. എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 2000 ആണ്. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ്റെ മെയിൻ പാർട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ടോട്ടൽ വേജസ് കണ്ടുപിടിച്ചു, എഫക്റ്റീവ് അവേഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? therefore wages per hour is equal to 33,840 ഒരു വർഷത്തെ ടോട്ടൽ റിസീപ്റ്റ് അല്ലെ ടോട്ടൽ വേജ് ഡിവൈഡഡ് ബൈ ആ വർഷത്തെ എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് ഈസ് ഈക്വൽ ടു 16.92. equal to 16.92. ഇനി അടുത്ത ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. The worker X has lost 60 hours on some days on account of failure of power supply. പവർ സപ്ലൈ നിർത്തിയ കാരണം കൊണ്ട്, ഇല്ലാത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിനൊരു 60 മണിക്കൂർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം? കണക്കാക്കണം. അപ്പോൾ കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം, അത് ഈ വർക്കറുടെ എക്സിൻ്റെ കുറ്റം കൊണ്ടല്ല, അല്ലെങ്കിൽ എക്സിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല, ഒരു കോമൺ ഐഡിൽ ടൈം അല്ല, വെറുതെ ഇരിക്കേണ്ടി വന്നത് കറണ്ട് പോയ കാരണം കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൂടി ആർക്ക് കിട്ടേണ്ടതാണ്? ഇദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 60 മണിക്കൂറാണ് 60 hours ഇൻറ്റു 16.92. അങ്ങനെ കണക്കാക്കേണ്ടതില്ല. ഇതിലെ അബ്നോർമൽ ഐഡിയൽ ടൈമിൻ്റെ കോസ്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടാലും മതി. ഈസ് ഈക്വൽ ടു 1015 രൂപ 20 പൈസ. ഇതാണ് കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിയൽ ടൈം. നോർമൽ ഐഡിയൽ ടൈം 80 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളിവിടെ കുറച്ചു. പക്ഷേ അബ്നോർമൽ ഐഡിയൽ ടൈം നമ്മൾ അതിൽ നിന്ന് കുറച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അബ്നോർമൽ ഐഡിയൽ ടൈമിൻ്റെ കോസ്റ്റ്, കറണ്ട് പോയതുകൊണ്ട് എക്സിന് അധികം കൊടുക്കേണ്ടി വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 1015 രൂപ 20 പൈസയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേജസ് പെർ അവർ ചോദിക്കുകയാണെങ്കിൽ ആദ്യം വേജസിൻ്റെ ഇങ്ങനെ ടോട്ടൽ കാണുക. ദെൻ എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് നമ്മൾ ലീവിൻ്റെ അവർ കുറയ്ക്കുക, ഐഡിൽ ടൈം കുറയ്ക്കുക, സെറ്റിംഗ് അപ്പ് ടൈം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. എന്നിട്ട് എന്ത് കാണുക? എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് കാണുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ ഇങ്ങനെ 2000 ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് വരണമെന്നില്ല, 2010, 2020 ഒക്കെ വരാം. അത് വിചാരിച്ചത് തെറ്റാണെന്ന് വിചാരിക്കേണ്ട. നമുക്ക് അറിയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച മെത്തേഡിൽ ബേസിക്കായിട്ട് നമുക്ക് അറിയുന്ന മെത്തേഡ് മാത്രം ഉപയോഗിച്ച് ചെയ്യുക. അതിൽ ചിലപ്പോൾ പല ടെക്നിക്കുകളുണ്ടാവും, 2020 ഉണ്ടാവും, 2080 ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരു റൗണ്ട് ഫിഗർ തന്നെ ആവണമെന്നില്ല. അപ്പോൾ അത് വിചാരിച്ച് കുട്ടികൾ പ്രോബ്ലം തെറ്റാണെന്ന് വിചാരിക്കരുത്.
നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് മാത്രം എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക. അപ്പോൾ അത് ശരിയായിരിക്കും കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 98 ഇല്ലസ്ട്രേഷൻ 9 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ വേജ് പേയബിൾ ടു ദ വർക്കേഴ്സ് എക്സ് ആൻഡ് വൈ അണ്ടർ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 40 units per hour. Time rate ₹40 per hour. Differential piece rates to be applied. 80% of piece rates when below standard. 120% of piece rate when at or above standard. Output of workers in an 8-hour day X 300 units, Y 400 units. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനിൽ ഇത് നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു ഔട്ട്പുട്ട് ഇവിടെ തന്നെ എഴുതി വയ്ക്കാം. നമുക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 units per hour, 40 units per hour. അടുത്തത് ടൈം റേറ്റ്. ഇവിടെയും ടൈം റേറ്റ് ആണ്, പീസ് റേറ്റ് അല്ല. ടൈം റേറ്റ് ഈസ് ഈക്വൽ ടു 40 per hour. ഞാനിവിടെ യൂണിറ്റ്സ് ആണ് കേട്ടോ, 400 എന്ന് വായിക്കരുത്. അപ്പോൾ 40 യൂണിറ്റ് ഇതിനെത്രയാണ്? 40 രൂപ. എളുപ്പമാണ് അല്ലേ? ഇനി നമ്മൾ പറയുന്നത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 80%. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറയുന്നത് 80% ബിലോ സ്റ്റാൻഡേർഡ് ആൻഡ് 120, അത് പതിവ് പോലെ തന്നെ 120% ടു സ്റ്റാൻഡേർഡ് ആൻഡ് എബോവ്. സ്റ്റാൻഡേർഡിനും എബോവ് സ്റ്റാൻഡേർഡിനും 120%. അപ്പോൾ ഇവിടെ നമുക്ക് NPR കാണാം. NPR നോർമൽ പീസ് റേറ്റ് എത്രയാ? 40/40 അല്ലേ? 40 യൂണിറ്റ് റേറ്റ് എത്രയാണ്? 40 രൂപ. അപ്പോൾ 40 രൂപേനെ 40 യൂണിറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്രയാണ്? ₹1. ഇതാണ് പീസ് റേറ്റ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ ഈ റേറ്റ് ഇവിടെ തന്നെ കാണാം. ബിലോ 80% ഡിഫറൻഷ്യൽ പീസ് റേറ്റ് 80% എന്ന് പറയുന്ന 80% അപ് ടു 80% എന്ന് പറയുന്നത് എത്രയാണ്? ബിലോ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ 80% വരെ ബിലോ സ്റ്റാൻഡേർഡ് അല്ലേ? ബിലോ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ്, ബിലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് 80% വരെയല്ല, ബിലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് 80% ഓഫ് NPR. അപ്പോൾ ബിലോ സ്റ്റാൻഡേർഡ് എത്രയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് NPR എത്രയാണ്? ₹1.80 ഈസ് ഈക്വൽ ടു 80 പൈസ. ഇവിടെ എത്ര വരിക? ₹1.120 ഈസ് ഈക്വൽ ടു ₹1.20. ഇതാണ് പീസ് റേറ്റ്. ഇനി ഈസിയാണ് അല്ലേ? എക്സിന് എത്രയാ? ഏർണിങ്സ് ഓഫ് എക്സിൻ്റെ എത്രയാണ് എമൗണ്ട്? 300 യൂണിറ്റ്സ്. വൈയുടെ എത്രയാണ്? 400 യൂണിറ്റ്സ്. ഇനി ഇവിടെ സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ടോ? നോക്കി നോക്കിയേ, സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ടോ? സ്റ്റാൻഡേർഡ് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് കാണണം. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കാണുക? സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു 8 hours ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് ഓഫ് 8 hours ഈസ് ഈക്വൽ ടു എത്രയാണ്? 40 × 8. അപ്പോൾ എത്രയാ? 320. ഒരു മണിക്കൂറിൽ 320 യൂണിറ്റ്സ്. ഒരു മണിക്കൂറിൽ 40 യൂണിറ്റ് ആണ്. ഒരു ദിവസം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എത്രയാണ്? ഒരു ദിവസത്തെ സ്റ്റാൻഡേർഡ് എത്രയാണ്? 40 × 8 320 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ്. ഇനി നമുക്ക് നേരിട്ട് പോവാം. അപ്പോൾ ഇയാൾ എക്സ് എന്ന് പറയുന്നത് ബിലോ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? ഞാൻ കുറച്ചും കൂടി താഴേക്ക് എഴുതുന്നുണ്ട്. ഏർണിങ്സ് ഓഫ് എക്സ് വൈ. എക്സിന് എത്രയാണ്? 300, വൈക്ക്
400. അപ്പോൾ ഇയാൾ ബിലോ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കാണുന്നത്? സ്റ്റാൻഡേർഡ് ആയിട്ടില്ല. അപ്പോൾ 300 ഇൻറ്റു 0.80. ഇദ്ദേഹത്തിന് 400 ഇൻറ്റു 1.20. അപ്പോൾ എക്സിന് എത്ര കിട്ടും? എക്സിന് കിട്ടുന്നത് ₹240. ഡബിൾ ലൈൻ ചെയ്യാം. ഇദ്ദേഹത്തിന് കിട്ടുന്നത്, വൈക്ക് കിട്ടുന്നത് ₹480. ₹480. കണ്ട, ഓൾമോസ്റ്റ് ഇരട്ടിയാണ്. 100 യൂണിറ്റിൻ്റെ വ്യത്യാസമാണ്, പക്ഷേ ഇരട്ടി, പൈസയിലെ ഇരട്ടി വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 99, ഇല്ലസ്ട്രേഷൻ 10 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദ ഏർണിങ്സ് ഓഫ് വർക്കേഴ്സ് എക്സ്, വൈ ആൻഡ് സെഡ് അണ്ടർ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം ആൻഡ് മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. നോർമൽ റേറ്റ് പെർ അവർ ₹18. സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ് 1 minute. Output per day of 8 hours X 380 units, Y 450 units, Z 550 units. ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. നോർമൽ റേറ്റ് പെർ അവർ, 1 മണിക്കൂറിൻ്റെ റേറ്റ് ₹18. സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ് 1 മിനിറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 1 മിനിറ്റിൽ 1 യൂണിറ്റ്. ഔട്ട്പുട്ട് 8 അവറുടെ 8 മണിക്കൂറുള്ള ഒരു ദിവസം എക്സിന് 380 യൂണിറ്റ്, വൈക്ക് 450 യൂണിറ്റ്, സെഡിന് 550 യൂണിറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2 സിസ്റ്റമാണ്. ഒന്ന് സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം വേണം, മറ്റൊന്ന് മെറിക്സ് പീസ് റേറ്റ് സിസ്റ്റം വേണം, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ള അവർലി റേറ്റ് നമുക്കെന്ത് കാണണം? NPR കാണണം, നോർമൽ പീസ് റേറ്റ്. നോർമൽ പീസ് റേറ്റ് കാണാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 1 യൂണിറ്റിൻ്റെ റേറ്റ്. ഇപ്പോൾ നോർമൽ റേറ്റ് പെർ അവർ എന്ന് പറയുന്നത് 18 ആണ്. 1 മണിക്കൂറിൽ, ഇവിടെയും പീസ് റേറ്റ് തന്നിട്ടില്ല, അതിന് പകരം മണിക്കൂറിൽ അവറാണ് തന്നിട്ടുള്ളത്, മണിക്കൂറിലെ റേറ്റാണ് തന്നിട്ടുള്ളത്. 1 മണിക്കൂറിൽ ₹18. 1 മണിക്കൂറിൽ നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കും? 1 മിനിറ്റിൽ 1 യൂണിറ്റ് ആണെങ്കിൽ 1 മണിക്കൂറിൽ എത്രയാണ്? 60 മിനിറ്റ് അല്ലേ? 60 മിനിറ്റ് ആകുമ്പോൾ 60 യൂണിറ്റ്. അപ്പോൾ ഈസിക്കൽ ടു എത്ര രൂപയാണ്? പീസ് റേറ്റ് 0.30, 30 പൈസ എന്നർത്ഥം, അല്ലേ? ഇനി സ്ട്രെയിറ്റ് പീസ് റേറ്റ് ആണെങ്കിൽ, അണ്ടർ സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ എക്സ് 380 ഇൻറ്റു 0.30, വൈ 450 ഇൻറ്റു 0.30, സെഡ് 550 ഇൻറ്റു 0.30. ഇതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്, എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തേന് ₹114, രണ്ടാമത്തേന് ₹135, മൂന്നാമത്തേന് ₹165. ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? മെറിക് സിസ്റ്റമാണ്. അപ്പോൾ അടുത്തത് മെറിക്കാണ്. ഇത് കഴിഞ്ഞു കേട്ടോ, ഇത് മാറ്റേണ്ടി വരും ചിലപ്പോൾ, എങ്കിലും അതുവരെ എഴുതാം നമുക്ക്. അടുത്തത് മെറിക്സ് സിസ്റ്റം. മെറിക് സിസ്റ്റത്തിലെ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, മെറിക്സിൻ്റെ അത് ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ. മെറിക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ് ടു 83% NPR, നോർമൽ പീസ് റേറ്റ്. Then 83 to 100, 83 to 100%, 110% of NPR. ഇനി above
100%, 120% ഓഫ് NPR. ഇത്രയേ ഉള്ളൂ. അതായത് സ്റ്റാൻഡേർഡിൻ്റെ 83% വരെ ഉള്ളവർക്ക് നോർമൽ പീസ് റേറ്റ്, സ്റ്റാൻഡേർഡിൻ്റെ 83 മുതൽ 100% വരെ ഉള്ളവർക്ക് 110% ഓഫ് NPR. അപ്പോഴും ഈ NPRന് കേട്ടോ, ഈ 30 പൈസയുടെ മുകളിൽ തന്നെ കേട്ടോ, അവിടെ വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല. എബോവ് സ്റ്റാൻഡേർഡ്, എബോവ് 100% ഉള്ളവർക്ക് 120% ഓഫ് NPR. അപ്പോൾ ഈ മെറിക് സിസ്റ്റത്തിലെ എക്സിൻ്റെയും വൈൻ്റെയും ഒക്കെ സെഡിൻ്റെ ഒക്കെ പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി കാണണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി, പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി ഓഫ് എക്സ് വൈ സെഡ്. എക്സിൻ്റെ എങ്ങനെയാണ് കാണുക, എക്സിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ഡേ എന്നാണ്, 8 മണിക്കൂറുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ഡേ എന്ന് പറയുന്നത്. 1 മണിക്കൂറിൽ 60 യൂണിറ്റ് ആണെങ്കിൽ 8 മണിക്കൂറിൽ 480 യൂണിറ്റ് ആണ്. 1 മണിക്കൂറിൽ 60 യൂണിറ്റ് ആണ്, കാരണം 1 മിനിറ്റിൽ 1 യൂണിറ്റാണ്. അപ്പോൾ 1 മണിക്കൂറിൽ 60 യൂണിറ്റ് ആണ്. അങ്ങനെ 8 മണിക്കൂറിലൊരു ദിവസം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 480 യൂണിറ്റ്സ് ആണ്. ഞാൻ യൂന്ന് എഴുതുന്നില്ല, അത് 0 പോലെ തോന്നുന്നു. അപ്പോൾ 480 യൂണിറ്റ്സ് ഇതാണ് സ്റ്റാൻഡേർഡ് അല്ലേ. ഇനി എന്ത് ചെയ്യാം, എക്സിൻ്റെ എങ്ങനെ കാണാം, എക്സിൻ്റെ എമൗണ്ട് എന്ന് പ്രൊഡക്ഷൻ 380 ആണ്, ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് 480 ഇൻറ്റു 100. വൈയുടെ എങ്ങനെയാണ് കാണുക, 450 ആണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ, സ്റ്റാൻഡേർഡ് എത്രയാണ് 480 ഇൻറ്റു 100. ദെൻ ഇസഡിൻ്റെ എങ്ങനെയാണ് 550 ആണ്, 550 ഡിവൈഡ് ബൈ 480 ഇൻറ്റു 100. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അറിയാം മൂന്നും ഏകദേശം എന്താണ് നമുക്ക് ആ കൃത്യം അളവിൽ വരുന്നതാണ്. ആദ്യത്തേന് ഫസ്റ്റ് കേസിന് 380 വരുന്നത് 79.17%. രണ്ടാമത്തേന് വരുന്നത് 93.75%. ലാസ്റ്റിലത്തേന് വരുന്നത് 114.58%. ഇപ്പോൾ 79.17 എന്ന് പറയുന്നത് ബിലോ 83-ലാണ്. അപ്പോൾ ഇവിടെ NPR ഇൻറ്റു NPR. രണ്ടാമത്തെ കേസ് അപ് ടു 100-ൽ വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻറ്റു NPR ഇൻറ്റു എത്രയാണ് 110%. NPRൻ്റെ 110%. അപ്പോൾ എന്താണ് ടോട്ടൽ യൂണിറ്റ്സ് ഇൻറ്റു ഇവിടെ യൂണിറ്റ്സ് ഇൻറ്റു NPR, ഇവിടെ യൂണിറ്റ്സ് ഇൻറ്റു NPRൻ്റെ 110%. ഇവിടെ യൂണിറ്റ്സ് ഇൻറ്റു NPRൻ്റെ 120%. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് ചെയ്യാം, എങ്ങനെ ചെയ്യാം, എക്സ് 380 ഇൻറ്റു NPR എത്രയാ 0.30, വൈ 450 ഇൻറ്റു എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റിൽ 0.30 ഇൻറ്റു എത്ര ശതമാനം 110% ഈസിക്കൽ ടു 450 ഇൻറ്റു എത്ര വരിക 450 ഇൻറ്റു ഏണിങ്സിന് ഇയാൾക്ക് അതിന് വരുന്ന സമയത്ത് 0.33. അടുത്ത ആൾ സെഡിന് എത്രയാണ് 550 ഇൻറ്റു 0.30 ഇൻറ്റു 120/100. അപ്പോൾ 550 ഇൻറ്റു എത്രയാണ് വരിക 0.36 അല്ലേ. ഇപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 114 രൂപ, റുപ്പീസ് 114 എക്സിന്. ഇവിടെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് റുപ്പീസ് 148.5, 148 രൂപ 50 പൈസ. ഇയാൾക്ക് കിട്ടുന്ന റുപ്പീസ് 198. അപ്പോൾ ഈ റേറ്റ് വ്യത്യാസം കണ്ടോ, ഇയാൾക്ക് സെയിം റേറ്റ് കിട്ടി ഇവിടെ.
ഇയാൾക്ക് 135 സ്ട്രേറ്റ് പീസ് റേറ്റിൽ. ഇവിടെ കുറച്ചുകൂടി ഇൻക്രീസ് ഉണ്ട്. ഹൈ എഫിഷ്യൻസി ഉള്ളവർക്ക് ഹൈ എഫിഷ്യൻസി വന്നു. മനസ്സിലായല്ലോ? ഇതാണ് രണ്ട് സിസ്റ്റം തമ്മിൽ കമ്പയർ ചെയ്യാം. മെറിക്സിൻ്റെ ഇത് പഠിക്കാം. ടൈലറിൻ്റെ സിസ്റ്റം നമ്മൾ പഠിച്ചു, മെറിക്സ് പഠിച്ചു, കമ്പാരിസൺ പഠിച്ചു കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 11 ആണ്, പേജ് നമ്പർ 100. ഒരു ഓർഡിനറി ക്വസ്റ്റ്യൻ ആണ്. എ വർക്കർ ടേക്സ് 9 hours to complete a job on daily wages and 6 hours on a scheme of payment by results. His day rate ₹15 per hour. The material cost of the product is ₹80 and the overheads are recovered at a 150% of total direct wages. Calculate factory cost of the product under പീസ് വർക്ക് പ്ലാൻ. ആ പീസ് വർക്ക് പ്ലാനിലാണ് ഇത് കാണേണ്ടത്. നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഇതൊരു വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ അല്ല. ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എ വർക്കർ ടേക്സ് 9 hours to complete a job. 9 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു വർക്കർ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. 1 മണിക്കൂറിന് അയാൾക്ക് 15 രൂപ കിട്ടുന്നു. മെറ്റീരിയൽ കോസ്റ്റ് 80 രൂപ, ഓവർഹെഡ് കോസ്റ്റ് വേജസിൻ്റെ 135%. ഇവിടെ കണ്ട മെറ്റീരിയൽ കോസ്റ്റ് 80 രൂപ, ഓവർഹെഡ് 135% ഓഫ് എന്താണ് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഫാക്ടറി കോസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫാക്ടറി കോസ്റ്റ് അപ്പോൾ ഫാക്ടറി കോസ്റ്റ് ചോദിക്കുമ്പോൾ എന്താണ് നമ്മളെന്താ ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് വേണമെങ്കിൽ ഒരു കോസ്റ്റ് ഷീറ്റ് പോലെ വരയ്ക്കാം. കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര രൂപയാണ്? 80 രൂപ. ഇനി എന്താ ഡയറക്റ്റ് വേജസ്? ഡയറക്റ്റ് വേജസ് എന്താ 9 മണിക്കൂർ, 1 മണിക്കൂറിന് 15 രൂപ. ഇതൊന്നും ആവശ്യമില്ല നമുക്ക്. ഈ 6 on a സ്കീം പേയ്മെൻറ്റ് ബൈ റിസൾട്ട് ഒന്നും ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഇവിടെ 9 hours ഇൻറ്റു ₹15 ഇത്രയേ വേണ്ടൂ. അപ്പോൾ 135 135 രൂപ. ഇവിടെ 150% ആണ് കേട്ടോ, സോറി 150% അപ്പോൾ 135 രൂപ. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഇതിനാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റിനോട് കൂടി ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്. ഇവിടുത്തെ കണ്ടീഷനിൽ വെറും ഓവർഹെഡ്സ് ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ വെറും ഓവർഹെഡ്സ് എന്ന് എഴുതിയാൽ മതി. ഓവർഹെഡ്സ് എന്ന് പറയുന്നത് നേരത്തെ 135 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. 150% ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് എത്രയാണ്? 135 ആണ്. 135 ഇൻറ്റു 150/100. 135 ഡയറക്റ്റ് വേജസ് ആയിട്ടുള്ള 135 180%. അപ്പോൾ 202 രൂപ 50 പൈസ. പൂജ്യം 5 7 1 4 417 രൂപ 50 പൈസയാണ് എന്ത് വരിക? ഫാക്ടറി കോസ്റ്റ് വരിക. അപ്പോൾ ഇത്തരം ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. സംഗതി വളരെ ലൈറ്റായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതെങ്കിലും അതിൽ കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. എന്തായാലും നമ്മുടെ ഈ ടോപ്പിക് ഒരു ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാണ്, അത് പറ്റിയില്ല. ഈ ടോപ്പിക് കുറച്ച് നീണ്ടുപോയി. അതുകൊണ്ടാണ് 2 ക്ലാസ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്. എന്തായാലും ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സും ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.